ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് ഡെവലപ്മെൻ്റ് ആണ് നോക്കുന്നത്. അതിൽ നിലവിൽ ഇസ്രായേലിന് സീസ് ഫയർ വേണം, പക്ഷേ ഇപ്പോൾ ഹമാസിന് സീസ് ഫയർ വേണ്ട. ഇതാണ് ഇപ്പോൾ ഇവിടെയുള്ള കോൺട്രഡിക്ഷൻ. ഇസ്രായേലിന് എന്തിനാണ് സീസ് ഫയർ വേണം? ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഒരു ടെമ്പററി സീസ് ഫയർ ആവശ്യപ്പെട്ടത്? കാരണം ഇസ്രായേൽ പെർമനൻ്റ് ആയിട്ട് ഗാസയിലെ യുദ്ധം നിർത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീസ് ഫയർ അല്ല പ്രപ്പോസ് ചെയ്തത്. ഒരു 60 ദിവസത്തെ ട്രൂസ് എന്നാണ് പ്രപ്പോസ് ചെയ്തത്. ഈ 60 ദിവസം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ 60 ദിവസം കൊണ്ട് ഇസ്രായേൽ നേടിയെടുക്കാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ കടമ്പകൾ എന്തൊക്കെയാണ്? ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ സൈലൻ്റ് ആയിട്ട് ഒരു സൈഡിൽ വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പൊതുവിൽ വെളിയിൽ പറയാത്ത രീതിയിലുള്ള അനക്സേഷനാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഒക്ടോബർ 7 ശേഷം വെസ്റ്റ് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് മാത്രം ഏതാണ്ട് 40,000 പാലസ്തീനിയൻസ് റീലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ തുടച്ച് നീക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ വേറെ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മീൻസ് ഗാസയിലേക്ക് കൊണ്ട് കുത്തി നിറച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ തകൃതിയായിട്ട് ഒരു സൈഡിൽ നടക്കുകയാണ്. അപ്പം വേണമെങ്കിൽ നമുക്ക് ഡിപ്ലോമസി അണ്ടർ ദ ബുൾഡോസേഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം ബുൾഡോസർ കൊണ്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ കംപ്ലീറ്റ് സ്ഥലങ്ങളും ഇടിച്ച് നിരത്തിക്കൊണ്ട് പുതിയ സെറ്റിൽമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ദൗത്യം. സെറ്റിൽമെൻറ്റ് കമ്മിറ്റി, ഇസ്രായേലിൻ്റെ ഉള്ളിൽ സെറ്റിൽമെൻറ്റ് മിനിസ്ട്രി തന്നെയുണ്ട്. അവർ ആ പണി വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗം ജുദേയ, സമാരിയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിവൈൻ പെർസ്പെക്റ്റീവിൽ നോക്കി കാണപ്പെടുന്ന 2 സ്ഥലങ്ങളാണ്. അത് തീർച്ചയായിട്ടും ഇസ്രായേലിനോടൊപ്പം ചേർന്ന് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഫാർ റൈറ്റ്. അതുപോലെ തന്നെ 71 നെസറ്റ് അംഗങ്ങൾ സപ്പോർട്ട് ചെയ്ത് ആ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. നെസറ്റിൽ 71 പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെറും 13 പേര് മാത്രമാണ് അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. ഈ ഒരു ജുദേയ, സമാരിയ, ഈ വെസ്റ്റ് ബാങ്ക് അനക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഈ ഒരു റെസൊല്യൂഷനിൽ 13 പേര് മാത്രമാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. മെജോറിറ്റി ഇസ്രായേലിൻ്റെ അഭിപ്രായം വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിനോടൊപ്പം കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. ഇനീഷ്യലി ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു വെസ്റ്റ് ബാങ്ക് സെപ്പറേറ്റ് നിർത്തിയതെന്ന് പറഞ്ഞാൽ, ഈ ജോർദാൻ രാജാവിന് ജോർദാനിൽ നിന്നും എല്ലാ വെള്ളിയാഴ്ചയിലും ഈ ബൈത്തുൽ മഖ്ദസ് എന്ന് പറഞ്ഞ ഈ ഒരു മോസ്കിൽ വന്നിട്ട് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തിട്ട് തിരിച്ച് ജോർദാനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള നിലയിലാണ് ഇത് നിലനിർത്തി പോകുന്നത്. ആദ്യത്തെ ജോർദാൻ രാജാവായിട്ടുള്ള കിങ് അബ്ദുള്ള, അതായത് ഈ ജോർദാൻ രാജാവ് ഒരു വെള്ളിയാഴ്ച ഇതേപോലെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഈ ടെമ്പിൾ മൗണ്ട് അഥവാ ഈ അലക്സ മോസ്ക് ഇരിക്കുന്ന ആളിലേക്ക് എത്തിയപ്പോഴത്തേക്കും അജ്ഞാതൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു കിങ് അബ്ദുള്ള. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി കിങ് അബ്ദുള്ളതിൻ്റെ ചരിത്രം വേറെ കഥയാണ്. അത് നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കേണ്ടി വരും. ഷോർട്ടായിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ 1921 തോന്നുന്നു ഈ ജോർദാൻ എസ്റ്റാബ്ലിഷ് ആകുന്നത്. ഈ ജോർദാൻ എസ്റ്റാബ്ലിഷ് ആകുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് ബ്രിട്ടീഷിൻ്റെ കീഴിലാണ് ഉണ്ടായിരുന്നത്. അന്നും ബ്രിട്ടീഷിൻ്റെ ഇടപെടൽ വളരെയധികം ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹാഷിമത്ത് മൊണാർക്കി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ ജോർദാൻ രാജാവിൻ്റെ ഈ പാരമ്പര്യത്തിനെ വിളിക്കുന്നത് ഹാഷിമത്ത് മൊനാർക്കി എന്നാണ്. ഈ ഹാഷിമത്ത് മൊനാർക്കി ഇവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞാൽ, ഇവർ മക്കയിലെ കാബ ഇരിക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലം മൊത്തം ഈ ഹാഷിമത്ത് ഫാമിലിയാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ സൗദ് ഫാമിലി സൗദി അറേബ്യയിൽ ഡോമിനേറ്റ് ആയി വരുന്നത്. അപ്പോൾ അങ്ങനെ സൗദ് ഫാമിലി കുറേ കാലം ഈ സൗദി അറേബ്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ മക്ക മേഖല മാത്രം ഈ ഹാഷിമത്ത് ഫാമിലിയാണ്, കുടുംബക്കാരാണ് ഇതിനെ നോക്കിക്കൊണ്ട് ഈ മക്കയെ മാനേജ് ചെയ്ത് നടത്തിക്കൊണ്ടിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ മക്ക എന്ന് പറഞ്ഞ സ്ഥലം ഈ ഹാഷിമത്ത് ഫാമിലിയുടെ അണ്ടറിലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ സൗദ് ഫാമിലി സൗദി അറേബ്യ ബിഗം സൗദി അറേബ്യ, അത് സൗദ് ഫാമിലി അവിടെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഭരണം പിടിച്ചെടുത്ത സമയത്താണ് സൗദി അറേബ്യ ആകുന്നത്. അപ്പോൾ ആ സൗദി അറേബ്യ തീരുമാനിച്ചു, ഇനി ഇവിടെ മക്ക മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹാഷിമത്ത് ഫാമിലി വേണ്ട, അത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് ഈ ഹാഷിമത്ത് ഫാമിലിയെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർക്ക് ഭരിക്കാൻ ഒരു രാജ്യം കൊടുക്കണം, കാരണം അവിടെ അവരൊരു മൊണാർക്കി കിങ്ഡമാണ്. അപ്പോൾ അങ്ങനെ ഭരിക്കാൻ ഒരു സ്ഥലം കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഈ ജോർദാൻ വാലി കൊടുത്തത്. അന്നത്തെ ബ്രിട്ടീഷുമായിട്ട് സംസാരിച്ച് ഒന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കി ബ്രിട്ടീഷ് മാൻഡേറ്റ് ആയിട്ടിരുന്ന ഒരു സ്ഥലത്തിൽ ഈ ജൂവിഷിന് 20%, അതേപോലെ ഈ ഹാഷിമത്ത് ഫാമിലിക്ക് 80%. അപ്പോൾ എന്നിട്ട് ഈ ട്രാൻസ് ജോർദാൻ എന്നാണ് അന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ആ ട്രാൻസ് ജോർദാൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലമാണ് ഈ ജോർദാന് കൊടുത്തത്. എന്നിട്ട് അതിനകത്തൊരു കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു, ജൂസ് എല്ലാം തന്നെ ഈ ഒരു 20% ഒതുങ്ങണം, ബാക്കി 80% എല്ലാ അറബികളും പോയി താമസിച്ചോണം. ഇതാണ് അന്നത്തെ മാൻഡേറ്റ്. ഇങ്ങനെയാണ് പാലസ്തീൻ മാൻഡേറ്റ് അവിടെ ഉണ്ടാകുന്നത്. അതായത് ജൂവിഷ് സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർ പറയുന്ന ഒരു എല്ലാ അറബികളും ഈ 80% ലാൻഡിലേക്ക് പോവുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് ചുറ്റുപാടും ഉണ്ടായിരുന്ന അറബ് രാജ്യങ്ങളെല്ലാം തന്നെയും സപ്പോർട്ട് കൊടുത്ത് കുറേ ആൾക്കാരൊക്കെ പുറത്തിറങ്ങി. പക്ഷേ ബുദ്ധിയുള്ളവനൊന്നും പുറത്തിറങ്ങിയില്ല. ആ പുറത്തിറങ്ങാത്തവൻ ഇന്നും ഇസ്രായേലിൻ്റെ ഉള്ളിൽ അറബ് കമ്മ്യൂണിറ്റി ആയിട്ട് അറബ് മുസ്ലിമായിട്ട് തന്നെ അവിടെ ഉണ്ട്. അവൻ്റെ സ്വത്ത് അവൻ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട്. അവന്മാരവിടെ സുഖിച്ചങ്ങ് ജീവിക്കുന്നുണ്ട്. ഇസ്രായേൽ ഒരു ഡെമോക്രാറ്റിക് നേഷനാണ്. അപ്പോൾ അവർക്ക് ആ രീതിയിൽ അവിടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. അന്ന് ഈ അറബ് രാജ്യങ്ങൾ അന്ന് ഒരു ജൂയിഷ് സ്റ്റേറ്റിന്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയവനെല്ലാമാണ് ഇപ്പൊ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കിടന്ന് എഴയുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ഷോർട്ട് സ്റ്റോറി. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ, ഈ ഒരു ഗാസയും വെസ്റ്റ് ബാങ്കിനെയും കുറിച്ച് ഇത്രയും വേവലാതിപ്പെടുന്നത് പറഞ്ഞാൽ അന്ന് ഈ അറബ് രാജ്യങ്ങൾ ഇവരെ പിന്തുണച്ചിരുന്നു. അതാണ് പ്രശ്നം. അപ്പൊ ഇന്ന് അവർക്ക് കിടക്കാടമില്ല. അപ്പൊ അതിന്റെ ഉത്തരവാദികൾ ഈ ചുറ്റാകെ ഇരുന്ന് ഈ കോൾ ഫോർ ചെയ്ത് അതേപോലെ തന്നെ ഇവരെ പ്രൊമോട്ട് ചെയ്ത് കൊടുത്തിരുന്ന ഈ അറബ് രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ വേവലാതി ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കൊടിപൊക്കിക്കൊണ്ട് നടക്കുന്നത്? അങ്ങനെ ഒരു കൊടിപൊക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ. കാരണം ഇവിടെ 80% ലാൻഡ് കിടക്കുകയല്ലേ, അവിടെ പോയി താമസിക്കണം. അപ്പോൾ ഇപ്പോൾ ഇസ്രായേൽ എന്തായാലും ജോർദാന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പ്ലാൻ ഒരുക്കിയിരിക്കുന്നത്. ജോർദാൻ ആണെങ്കിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. പരാജയം എന്ന് പറഞ്ഞാൽ പുറത്തറിയുന്ന രീതിയിലല്ല, പക്ഷേ ജോർദാൻ ഇന്റർനലി പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ പാലസ്തീനിയൻ 2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങളെ ഒരുമിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ എന്തുകൊണ്ടാണ് 60 ദിവസത്തെ സീസ് ഫയർ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ജോർദാന്റെ ഈ ഒരു പരാജയം അതിനെ മുതലെടുത്തുകൊണ്ട് വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ വളരെ സ്മൂത്ത് ആയിട്ട് നടപ്പിലാക്കണം. അതിനൊരു 60 ദിവസത്തെ ഗ്യാപ്പ് വേണം. ആ ഒരു 60 ദിവസത്തെ ഗ്യാപ്പാണ് ഇപ്പോൾ മുന്നോട്ട് എടുക്കുന്നത്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗാസയും കൂടെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് വെക്കുന്നുണ്ട്. അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ ഒരു റൈറ്റ് വിങ് മിനിസ്റ്റർ പറഞ്ഞതാണ്. അതായത് ഇനി ഹമാസുമായിട്ട് ചർച്ചയൊന്നും വേണ്ട, ഇവരെല്ലാം തൂത്തുപറക്കി വെളിയിൽ കളഞ്ഞിട്ട് ആ ഒരു സ്റ്റേറ്റിനെ ആ ഗാസ ഇസ്രായേലിനോട് അങ്ങ് ചേർത്തിട്ട് ജൂവിഷ് സ്റ്റേറ്റ് ആയിട്ട് അങ്ങ് ആക്കുക എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. ഇത് ഇയാളുടെ മാത്രമല്ല കേട്ടോ, ഇത് ഇസ്രായേലിന്റെ നെസറ്റിനുള്ളിലുള്ള ഭൂരിപക്ഷം എംപിമാർക്കും ലോ മേക്കേഴ്സിനുമുള്ള അഭിപ്രായമാണ്. അതാണ് നമ്മളിവിടെ നോക്കി കാണേണ്ടത്. ഇതിലുപരിയായിട്ട് ഇതിന്റെ സെക്കൻഡറി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ വെസ്റ്റ് ബാങ്കിൽ മാത്രം 3.2 മില്യൺ അറബ് പീപ്പിൾ ഉണ്ട് ഈ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ. ഇവരെല്ലാവരെയും അവിടെ നിന്ന് പറിച്ച് മാറ്റി നടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവർക്ക് കൃത്യമായിട്ട് ചില സ്ഥലങ്ങളുണ്ട്. അതായത് അവിടെ ഏരിയ സി പോലത്തെ സ്ഥലങ്ങളുണ്ട്. ഏരിയ സി ഒക്കെ ഓൾറെഡി തന്നെ ഇസ്രായേലിന്റെ സെറ്റിൽമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. അവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഹൈവേ റോഡുകളൊക്കെ നിർമ്മിക്കുകയാണ് ഇസ്രായേൽ. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 40,000 പേരെ അവിടെ നിന്ന് ഓൾറെഡി തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് മീൻസ് അവരേക്ക് ഗാസയിലോട്ടോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ മാറ്റി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ തന്നെ, അതായത് ഈ ഒരു ജുദയ സമാരിയ എന്ന് പറഞ്ഞ ഈ ഒരു 2 ഏരിയ ഒഴികെ ബാക്കിയുള്ള ഏരിയകളിലേക്ക് പോയി സെറ്റിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 7 ശേഷം മാത്രം 3412 പുതിയ വീടുകൾ പണിതിട്ടുണ്ട്. പുതിയ വീടുകൾ ഓൾമോസ്റ്റ് 22 ന്യൂ സെറ്റിൽമെന്റ് കമ്മ്യൂണിറ്റി ഏരിയ ബിൽഡ് ചെയ്തിട്ടുണ്ട്. 22 ന്യൂ കമ്മ്യൂണിറ്റി സെറ്റിൽമെന്റ് ഏരിയാസ്. അതേപോലെ ഏരിയ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ വേണമെങ്കിൽ ഒരു മാപ്പ് ഇവിടെ വെക്കാം. ഏരിയ സി എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിലുള്ള ഇസ്രായേലി സെറ്റിൽമെന്റ്സ്, അതായത് പാലസ്തീന്റെ ഉള്ളിലുള്ള ഇസ്രായേൽ സെറ്റിൽമെന്റ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഏരിയ സി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ ഏരിയാസ് ഉണ്ട് ഉള്ളിൽ. അവിടെ എല്ലാം തന്നെ ഇസ്രായേൽ വെൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ സെക്യൂരിറ്റി ഓഫീസുകളുണ്ട്. അവിടെ എല്ലാം തന്നെ ഇസ്രായേലി ഔട്ട് പോസ്റ്റുകളുണ്ട്. അതൊക്കെ വലിയ ഗേറ്റ് പോലെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. വളരെയധികം സെക്യൂരിറ്റി മെഷേഴ്സ് കഴിഞ്ഞേ ആ ഗേറ്റ് ഒക്കെ കടന്നു പോകാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ്. അപ്പോൾ അതായത് അതിൻ്റെ ഉള്ളിൽ വളരെ സെക്യൂർഡ് ആണ്. ആ രീതിയിലാണ് ഇതിന്റെ സെറ്റിൽമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വെസ്റ്റ് ബാങ്കിൽ ഇതേപോലെ സെറ്റിൽമെന്റുകളിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആൾക്കാർ മൊത്തം ഇനി ജോർദാനിലേക്ക് തള്ളപ്പെടും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ MBSുമായിട്ട് ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. ആ ഡിസ്കഷനിൽ 2 കണ്ടീഷനാണ് MBS വെച്ചിരിക്കുന്നത്. അതിൽ ഒരു കണ്ടീഷൻ അൽഖയ്ദയുടെ തീവ്രവാദിയായിട്ടുള്ള സിറിയയുടെ ലീഡറിനെ, ഡമാസ്കസിനെ അബ്രഹാം അലയൻസിൽ കൊണ്ടുവരിക. എത്ര ഭീകരമായ ചിന്താഗതിയാണെന്നും. അപ്പോൾ ആ ഭീകരനെ അബ്രഹാം അലയൻസിൽ കൊണ്ടുവരിക നമ്പർ 1. രണ്ടാമത് ഹാഷിമത്ത് കിങ്ഡം ഓഫ് പാലസ്തീൻ. ഇതാണ് രണ്ടാമത്തെ വേർഡ്. നിങ്ങൾ ആലോചിച്ച് വെച്ചോളൂ, ഹാഷിമത്ത് കിങ്ഡം ഓഫ് പാലസ്തീൻ. ഓൾറെഡി തന്നെ ഇതേ സൗദ് ഫാമിലിയാണ് ഈ രാജകുടുംബത്തിനെ, ഈ ഹാഷിമത്ത് കുടുംബത്തിനെ മക്കയിൽ നിന്നും ജോർദാനിലേക്ക് ഓട്ടിച്ചത്. ഇപ്പൊ ജോർദാനിൽ വന്നിട്ടും അവർക്ക് സമാധാനമില്ല. അവരെ ഹാഷിമത്ത് കിങ്ഡം ഓഫ് പാലസ്തീൻ എന്ന് വിളിക്കാനാണ് ഇപ്പം ആഗ്രഹിക്കുന്നത് സൗദി അറേബ്യ. ഇതൊരു സൈഡിൽ നിന്നാലും ഗാസയ്ക്കുള്ളിൽ പട്ടിണി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടിണിയുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കാനൊന്നും പറ്റത്തില്ല. പട്ടിണിയുണ്ട്. ഈ പട്ടിണി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഈ പട്ടിണിക്ക് കാരണം ഹമാസാണ്. ഹമാസ് ആണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കാത്ത രീതിയിൽ, അതായത് അവർക്ക് മനസ്സിലായി ഇസ്രായേലിന് ഈ ഒരു സീസ് ഫയർ വളരെ അത്യാവശ്യമാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവരും ഈ ഫീൽഡിൽ തന്നെ കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി അവർ ഇസ്രായേലുമായിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ പ്ലാൻ മനസ്സിലായി.
അതുകൊണ്ട് സീസ് ഫയർ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ 60 ദിവസത്തെ ഈ ഷോർട്ട് ആൻഡ് സീസ് ഫയർ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ബന്ദികളെയും മോചിപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് സുഖസുന്ദരമായിട്ട് ഇസ്രായേൽ അങ്ങ് കയ്യിലെടുക്കും. അതുപോലെ തന്നെ ഗാസയിൽ വെച്ചിരിക്കുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ ഗാസയിൽ ഇപ്പം എയ്ഡ് ഇസ്രായേൽ ചില സ്പെസിഫിക് സ്ഥലങ്ങളിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ പോയി മേടിക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഉന്തും തള്ളും തിരക്കും എല്ലാം അനുഭവപ്പെടുന്നുണ്ട്. അവിടെ പൊരിഞ്ഞ അടിയാണ്, തമ്മിൽ തല്ലാണ് ഈ എയ്ഡിന് വേണ്ടിയിട്ട്. ആ സാഹചര്യത്തിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കണ്ണീർ വാതകം പോലത്തെ സാമഗ്രികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇസ്രായേൽ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതായത് ആ ജനങ്ങൾ പറയുന്നത് ഇത് ഹ്യൂമിലിയേഷനാണ്, ഇത് എയ്ഡ് അല്ല. എയ്ഡ് ആണെങ്കിൽ ഞങ്ങൾ എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യും, ആ എയ്ഡ് നമുക്ക് തന്നാൽ മതി. പക്ഷെ അതിന് പകരം എയ്ഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് കണ്ണീർ വാതകം പ്രയോഗിക്കുക പോലത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് അത്ര നല്ല പരിപാടിയല്ല, അത് ഹ്യൂമിലിയേഷനാണ്. ആ രീതിയിൽ ഗാസയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇതിനെക്കുറിച്ചുള്ള പരാതികളൊക്കെ പറയുന്നുണ്ട്, അഗ്രസീവായിട്ട് തന്നെ പറയുന്നുണ്ട്. അവർ ഇസ്രായേലിന്റെ പേര് അവിടെ ഉപയോഗിക്കുന്നില്ല, അമേരിക്ക എന്നാണ് ഉപയോഗിക്കുന്നത്. അമേരിക്കൻ കമ്പനി GHF അവരാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്നാണ് അവർ പറയുന്നത്. എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്താനുള്ള ആ ഒരു പ്രത്യേക ഫെസിലിറ്റി, ഇതിന്റെ പുറകിൽ വേറൊരു വിഷയം കൂടിയുണ്ട്. ايش ارجع لاولادي؟ ارجع لاولادي جاي من الشمال انا. والله جاي من الشمال، والله ما عندي شيء، والله ما اكلت ولا شربت لي فتره، والله ما بقوم عن اجعل شلت قاعده في الخيمه، ما بقوم عن الارض. ربنا بيختبر فينا يا حج الصبر. واجت الكواد كابتر فوقينا واجن الدبابات، الامريكي بقول للدبابه هيك تعال ايش يعني هذا؟ يعني تعالوا اقتلهم، يعني قتل جماعي اقتلهم. هم جايبين النساء اللي بنجيب اطفال واجيال وشباب عشان يقتلونا هناك. അതായത് എയ്ഡ് ഫെസിലിറ്റി റഫായിലേക്ക് മാറ്റാനാണ് GHFും ഇസ്രായേലും തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, ഈ ജനങ്ങളെ മൊത്തം ഗാസയുടെ ഫാർ സൗത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യമാണ് ഇതിനകത്തുള്ളത്. പക്ഷെ ഇത് ഉടനെ നടക്കത്തില്ല, പക്ഷെ ഇത് നടക്കും. ഗാസയ്ക്കുള്ളിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സിറ്റി പണിയും. ആ സിറ്റി തന്നെ ടെന്റ് സിറ്റി ആയിട്ടായിരിക്കും പണിയുന്നത്. ആ ടെന്റ് സിറ്റിയിൽ നിങ്ങൾക്ക് പോയി താമസിക്കാം. ആ ടെന്റ് സിറ്റിയിൽ അവിടെ എയ്ഡ് സെർവ് ചെയ്യപ്പെടും. അവിടെ ഇരുന്ന് കഴിച്ചിട്ട് അവിടെ ജീവിക്കാം. ആ ടെന്റ് സിറ്റി നിർമ്മിക്കുമ്പം ഈ അമേരിക്കയും സൗദി അറേബ്യയും വെച്ച് പ്രഷർ ചെയ്ത് ഈജിപ്തിൻ്റെ അടുത്ത് സംസാരിച്ച് റഫ ബോർഡറിന് വെളിയിൽ ഈ ടെന്റ് സിറ്റി എക്സ്പാൻഡ് ചെയ്യും. അതാണ് ശരിക്കുള്ള പദ്ധതി. മാക്സിമം ഈ ഒരു തീവ്രവാദികളുടെ സൈഡിൽ നിന്നുള്ള ത്രെട്ട്, ഭീഷണി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് നടത്തുന്നത്. ഇത് വലിയ പ്രോജക്റ്റാണ്. ഈ പദ്ധതി ഓൾറെഡി തന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ ബാക്ക് ഡോറിൽ ഓൾറെഡി ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെട്ട വിഷയമാണ്. ഇപ്പൊ വിഷയം ഇങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഗാസയ്ക്കുള്ളിൽ എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി തിരിച്ച് പെട്ടെന്ന് എയ്ഡ് ഹമാസിന്റെ കയ്യിൽ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടി വരും ഇസ്രായേൽ. അപ്പൊ അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ചില ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ആ ബുദ്ധിമുട്ടാണ് ഞാനിവിടെ വീഡിയോയിൽ വെച്ചിരിക്കുന്നത്. നമ്മളൊന്നും ഹൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഗാസയിൽ എയ്ഡിന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതിന്റെ പുറകിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല വിഷയങ്ങളും ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ എയ്ഡ്, ഞാനിത് ഒരു ഇമേജ് കാണിക്കുന്നുണ്ട്, ഇത്രമാത്രം എയ്ഡ് അവിടെ കൊണ്ട് കുന്നുകൂട്ടി വെച്ചിരിക്കുകയാണ്. ഇതെടുത്തങ്ങ് കൊടുത്താൽ പോരെ? ഇതെടുത്ത് കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പക്ഷെ ഇത് കൊടുക്കാൻ ചില നിയന്ത്രണങ്ങളും ചില സ്ട്രാറ്റജിക്കൽ പ്ലാനും ഇതിനകത്തുണ്ട്. ഇത്രയും നാളും ഹമാസിനെ തീറ്റിപ്പോറ്റി, ഹമാസിനെ അനുകൂലിച്ച്, ഹമാസിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ജനങ്ങൾ എന്നുള്ള നിലയിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കാനുള്ള ഒരു സമയമാണ് ഇപ്പം എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. കാരണം രണ്ട് സൈഡും നമ്മൾ നോക്കേണ്ടതുണ്ട്. അടുത്ത ഇസ്രായേൽ സിറിയയ്ക്കുള്ളിൽ ഡ്രൂസ് കമ്മ്യൂണിറ്റിയുടെ ത്രെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെ കംപ്ലീറ്റ് സംഭവങ്ങളും സ്കാൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അത് തുടരെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ ഒരു ക്ലിപ്പ് വെക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടോളൂ. അതായത് ഇത് ഇന്നലെ സിറിയയ്ക്കുള്ളിൽ പൊട്ടിത്തെറി. ഇറാനിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് സിറിയയ്ക്കുള്ളിൽ അങ്ങനെ റിപ്ലിക്കേറ്റ് ചെയ്യാണ്. ഇതിന്റെ കാരണം വേറെ ഒന്നുമില്ല, 2000-ൽ പരം ആൾക്കാരെ സുവൈദയിൽ കയറി കൊലപ്പെടുത്തിയതിന്റെ പരിണിത ഫലമാണ് ഇനി സിറിയ അനുഭവിക്കാൻ പോകുന്നത്. സിറിയയ്ക്കുള്ളിൽ തീവ്രവാദികൾ പല തരത്തിലാണ് ബോംബൊക്കെ നിർമ്മിക്കുന്നത്. അതൊക്കെ പല ഡോക്യുമെൻ്ററികളൊക്കെ ഉണ്ട്. ഡയറക്റ്റായിട്ട് അവിടെ തന്നെ പോയി അത് അവർക്ക് പുറത്ത് പറയാനും വളരെ പ്രൗഡാണ് അവർ. കാരണം അവർ ചെയ്യുന്നത് എന്തോ പുണ്യപ്രവൃത്തി എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്യാസ് സിലിണ്ടർ അതൊക്കെ എംറ്റി ചെയ്ത് കട്ട് ചെയ്ത് അതിലൊക്കെ പല രീതിയിലുള്ള പൈപ്പുകളൊക്കെ ഘടിപ്പിച്ച് അവർ പല രീതിയിലുള്ള അമ്യൂണിഷൻസ് ഒക്കെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു അമ്യൂണിഷൻസ് മൊത്തത്തിൽ കുത്തി നിറച്ച് സേവ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഡിപ്പോ, ആ ഡിപ്പോയാണ്
പൊട്ടിത്തെറിച്ച് ഈ രീതിയിലുള്ള അപകടം ഉണ്ടായിരിക്കും. ഇത് ആരെങ്കിലും ചെയ്തതാണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഇത്രയും നാളും പൊട്ടാത്തത് ഇപ്പൊ എന്തുകൊണ്ട് പൊട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. ഇനി തുടരെ ഇത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിലുപരിയായിട്ട് ഇതിനകത്ത് 7 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 100-ലധികം പേർക്ക് ഗുരുതരമായ പരിക്ക്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം തന്നെ ഇസ്ലാമിസ്റ്റുകളാണ്, അതും കൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം. ഇത് ഇഡ്ലിബ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, സിറിയയിലെ ഇഡ്ലിബ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.